മോസ്റ്റ് ഓഫ് ദ ടൈം. മോസ്റ്റ് ഓഫ് ദ ടൈം. മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സമയത്തും, മിക്ക സമയത്തും. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു ചെറിയ സ്റ്റോറിയിൽ ഒരുപാട് വേർഡ്സുകൾ ഞാൻ മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം അറിയോ? ഇതിൻ്റെ കാരണം ഇതൊക്കെ ഓരോ വാക്യങ്ങളാണ്, സെറ്റായിട്ട് കിടക്കുന്ന, ഫിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ഓരോ ഫ്രേസുകളാണ്, വാക്യങ്ങളാണ്. ഇതിൻ്റെ മീനിങ് നമ്മൾ അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, അറിഞ്ഞിരിക്കണം. ഇതാണ് ഇതിൻ്റെ മീനിങ്. മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സമയത്തും, ഇതാണ് അതിൻ്റെ മീനിങ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാലേ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിന് കറക്റ്റ് മീനിങ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? മോസ്റ്റ് ഓഫ് ദ ടൈം, ഒട്ടുമിക്ക സമയത്തും. മോഹിനി സ്റ്റഡീഡ്, ഒട്ടുമിക്ക സമയത്തും മോഹിനി പഠിച്ചു. വെൽ, നന്നായി. അപ്പോൾ മനസ്സിലായല്ലോ, ഒട്ടുമിക്ക സമയത്തും മോഹിനി നന്നായി പഠിച്ചു. ബിക്കോസ്, കാരണം, ഷീ, അവൾ, വോണ്ടഡ്, എന്നല്ലേ, വോണ്ട് വേണം, വോണ്ടഡ് വേണമായിരുന്നു എന്ന് പറയില്ലേ. അതുപോലെ ബിക്കം എന്ന് പറഞ്ഞാൽ, ബിക്കം എന്ന് പറഞ്ഞാൽ ആകുക, അപ്പോൾ ആകണമായിരുന്നു അല്ലേ, ആകണമായിരുന്നു. കിട്ടി. എ ഡോക്ടർ, ഒരു ഡോക്ടർ, എന്ന് വെച്ചാൽ അവൾക്കൊരു ഡോക്ടർ ആകണമായിരുന്നു അല്ലേ, അവൾക്കൊരു ഡോക്ടർ ആകണമായിരുന്നു. ഇതൊരു പ്രയോഗമാണ്, നിങ്ങൾക്കറിയാം എന്ന് പറയല്ലേ, വോണ്ട് ടു അല്ലേ പറയാം, വോണ്ട് ടു, വോണ്ട്സ് ടു. എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഐ വോണ്ട് ടു ഗോ, ഐ വോണ്ട് ടു ഗോ. ഇതിൻ്റെ മീനിങ് ആണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് പോകണം. രണ്ടും സെയിം. നമ്മൾ ഇങ്ങനെ പറയാറില്ല, ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറയാറില്ല. നമ്മൾ പറയും എനിക്ക് അവിടെ പോകണം, അങ്ങനെ പറയാം, എനിക്ക് അവിടെ പോകണം. അപ്പോൾ അതുപോലെ ഷീ വോണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ, അവൾക്കൊരു ഡോക്ടർ ആകണം എന്ന് വെച്ചാൽ അവൾ ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് എന്താ വരിക? പാസ്റ്റ്, കഴിഞ്ഞു പോയത്. ഷീ വോണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അവൾക്കൊരു ഡോക്ടർ ആകണമായിരുന്നു, ഡോക്ടർ ആകണമായിരുന്നു. സിമ്പിൾ. ഇനി അടുത്താണ്, അടുത്ത മഞ്ഞ നിറത്തിൽ നമ്മുടെ രണ്ടാമത്തെ ഫ്രേസാണ്, വാക്യമാണ്. അറ്റ് ദ ഏജ് ഓഫ്. അറ്റ് ദ ഏജ് ഓഫ്, സെറ്റാണോ? സെറ്റാണ്, ഫിക്സ്ഡ് ആണ്. അറ്റ് ദ ഏജ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സിൽ. അറ്റ് ദ ഏജ് ഓഫ് 10, 10-ാം വയസ്സിൽ. അറ്റ് ദ ഏജ് ഓഫ് 12, 12-ാം വയസ്സിൽ. അറ്റ് ദ ഏജ് ഓഫ് 15, 15-ാം വയസ്സിൽ. എന്താണ് അറ്റ് ദ ഏജ് ഓഫ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15-ാം വയസ്സിൽ. ഷീ, അവൾ, ജോയിൻഡ്, ചേർന്നു. 15-ാം വയസ്സിൽ അവൾ ചേർന്നു, ജോയിൻഡ് ചേർന്നു. എവിടെ ചേർന്നു? എ കോച്ചിങ് സെൻറ്റർ. എവിടെ ചേർന്നു? ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ചേർന്നു. അപ്പോൾ 15-ാം വയസ്സിൽ അവൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്നു എന്നായി. അടുത്താണ് വിത്ത് വിച്ച്. വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഇതിനൊക്കെ മീനിങ് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. വിത്ത് വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ എന്നർത്ഥം. ഇതിലൂടെ, കോച്ചിങ് സെൻറ്ററിലൂടെ. അപ്പോൾ വിത്ത് വിച്ച്, അതിലൂടെ. അപ്പോൾ അതിലൂടെ, ഇതിലൂടെ നമ്മൾ വിത്ത് വിച്ച് മാത്രമല്ല, വിത്ത് വിച്ച്, ത്രൂ വിച്ച്, ബൈ വിച്ച്, ഇതൊക്കെയാണ് വിത്ത് വിച്ച്, ത്രൂ വിച്ച്, ബൈ വിച്ച്. ഇതിനൊക്കെ അർത്ഥം എന്താണ്? സെയിം ആണ്, അതിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ എന്നർത്ഥം. അപ്പോൾ എന്തായി? വിത്ത് വിച്ച്, ഇതിലൂടെ. ഏതിലൂടെ? കോച്ചിങ് സെൻറ്ററിലൂടെ. അതാണ് വിത്ത് വിച്ച്. ഷീ, അവൾ, ഇംപ്രൂവ്ഡ്, അവൾ മെച്ചപ്പെടുത്തി. അവൾ, ഇതിലൂടെ അവൾ മെച്ചപ്പെടുത്തി. ഹെർ, എന്ത്? അവളുടെ. ഹെർ ഇംഗ്ലീഷ് സ്കിൽസ്, അവളുടെ ഇംഗ്ലീഷിലെ കഴിവുകൾ അവൾ മെച്ചപ്പെടുത്തി. ഏതിലൂടെ? കോച്ചിങ് സെൻറ്ററിലൂടെ. കാരണം 15-ാം വയസ്സിൽ അവൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു, ചേർന്നു. അതിലൂടെ അവൾ അവളുടെ ഇംഗ്ലീഷിലെ കഴിവുകൾ മെച്ചപ്പെടുത്തി എന്നാണ്. ഓക്കെ അല്ലേ? എത്ര സിമ്പിളാണ്. ഡെയിലി വായിക്കണം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടല്ലോ, എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് നിങ്ങൾ വായിക്കാൻ വേണ്ടി ചിലവഴിക്കണം. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ, ഇനി അടുത്താണ് അടുത്ത നമ്മുടെ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. എന്താണ്? ഫോർ സം റീസൺ. ഫോർ സം റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കാരണത്താൽ എന്നാണ്. എന്തോ കാരണത്താൽ. ഷീ മിസ്ഡ്, അവൾ എന്താക്കി? മിസ്സാക്കി.
അവൾ മിസ്സാക്കി, പങ്കെടുത്തില്ല. ഓക്കെ, എന്ത് പങ്കെടുത്തില്ല? എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്, കുറച്ച് ക്ലാസ്സസ് എന്ന് വെച്ചാൽ എന്തോ കാരണത്താൽ അവൾ കുറച്ച് ക്ലാസ്സുകൾ മിസ്സാക്കി എന്ന് വെച്ചാൽ ക്ലാസ്സുകളിൽ പങ്കെടുത്തില്ല എന്നർത്ഥം. ഓക്കെ, പക്ഷേ ഷീ കംപ്ലീറ്റഡ്, പക്ഷേ അവൾ പൂർത്തിയാക്കി. എന്ത് പൂർത്തിയാക്കി? ഹെർ വർക്ക്, അവളുടെ ജോലി, വർക്ക്. ക്ലാസ് അവൾ മിസ്സാക്കി, അന്നെടുത്ത കാര്യങ്ങളുണ്ടല്ലോ അത് അവൾ പൂർത്തിയാക്കി, കംപ്ലീറ്റ് ആക്കി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അടുത്താണ് ഇവിടെ ഉണ്ടോ, ആസ് സൂൺ ആസ് പോസിബിൾ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസാണ്, വാക്യമാണ്. എന്താണ് ആസ് സൂൺ ആസ് പോസിബിൾ? ഇത് അതുപോലെ പഠിച്ചു വെക്കണം. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്നാണ്. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അവളുടെ മിസ്സായ ക്ലാസ്സുകളുണ്ടല്ലോ, അത് അവൾ എന്താക്കി? കംപ്ലീറ്റ് ആക്കി എന്നാണ് ഉദ്ദേശിച്ചത്. ആസ് സൂൺ ആസ് പോസിബിൾ. ഈ കാണുന്ന കംപ്ലീറ്റ് ഫ്രേസുകളുണ്ടല്ലോ, ഈ വാക്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ പേജ് നമ്പർ 20, 21, 22 ഈ 3 പേജുകളായിട്ടുണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മൊബൈലിൽ ഓപ്പൺ ചെയ്യാം, ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്തുണ്ടല്ലോ, മൊബൈലിൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ കാണുന്ന ആ ഒരു വാക്യം, ഒരുപാട് വാക്യങ്ങളുണ്ട്, അതൊക്കെ ജസ്റ്റ് ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കും. നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വളരെ ഉപകാരമുള്ള വാക്യങ്ങളാണ്, ജസ്റ്റ് വായിച്ചാൽ മതി. അപ്പോൾ എന്താണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവൾ അവളുടെ മിസ്സായ ക്ലാസ്സുകളൊക്കെ പൂർത്തിയാക്കി, വർക്കുകൾ, ജോലികൾ. അടുത്താണ് ഷീ, അവൾ യൂസ്ഡ്, ഉപയോഗിച്ചു. അവൾ ഉപയോഗിച്ചു. എന്തുപയോഗിച്ചു? എ നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്ക്. അപ്പോൾ അവൾ ഒരു നോട്ട്ബുക്ക് ഉപയോഗിച്ചു. ബൈ വിച്ച്, കണ്ടോ, ബൈ വിച്ച് എന്താണ്? അതിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ. ഇവിടെ ഉണ്ടോ? വിത്ത് വിച്ച്, അതിലൂടെ, ഇതിലൂടെ, അതുപോലെയാണ്. ബൈ വിച്ച്, ഇതിലൂടെ നോട്ട്ബുക്ക്, ആ നോട്ട്ബുക്കിലൂടെ എന്ന് പറയാണ്. ഇതിലൂടെ ഷീ, അവൾ റിമെമ്പേർഡ്, ഓർത്തു. എന്തോർത്തു? ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടുള്ള വേർഡ്സ്, അക്ഷരങ്ങൾ, വേർഡ്സുകൾ ഈസിലി, എളുപ്പത്തിൽ. അപ്പോൾ എന്തായി? അതിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ, ആ നോട്ട്ബുക്ക് ഉണ്ടല്ലോ, ഇതിലൂടെ എന്താണ്? ബുദ്ധിമുട്ടുള്ള വേർഡ്സുകൾ ഈസിയായി അല്ലെങ്കിൽ എളുപ്പത്തിൽ അവൾ ഓർത്തു എന്നായി. ഇനി അടുത്താണ് ഇവിടെ ഉണ്ടോ, അടുത്ത വാക്യം, ഫ്രേസ് മറക്കരുത്. അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ ഷീ ഫിനിഷ്ഡ്, അവൾ പൂർത്തിയാക്കി. എന്ത് പൂർത്തിയാക്കി എന്നറിയോ? ഹെർ സയൻസ് പ്രൊജക്റ്റ്. അവളുടെ സയൻസ് പ്രൊജക്റ്റ് അവൾ എന്താക്കി? പൂർത്തിയാക്കി, ഫിനിഷാക്കി. അതും അവസാന നിമിഷത്തിൽ. ഇവിടെ കണ്ടോ? ഫോർ ദ സേക്ക് ഓഫ്. അടുത്താണ് ഫോർ ദ സേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നന്മക്കായി എന്നർത്ഥം. എന്താണ് ഫോർ ദ സേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നന്മയ്ക്ക് വേണ്ടിയായി. ഞാൻ പറയാണ്, ഐ ഡിഡ് എവ്രിതിങ്, ഞാൻ എല്ലാതും ചെയ്തു. ഫോർ ദ സേക്ക് ഓഫ് മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഞാനിതെല്ലാം ചെയ്തു. ഫോർന്ന് മാത്രം പറഞ്ഞാൽ മതി. ഐ ഡിഡ് എവ്രിതിങ് ഫോർ യു, ഞാനിതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു. പക്ഷെ അതിനൊന്ന് ഊന്നി പറയണ്ടേ? ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയാണ് നമ്മളത് ഫോർ ദ സേക്ക് ഓഫ്. എടാ, നിനക്ക് വേണ്ടി ഞാൻ അവിടം വരെ പോയി, ഞാൻ ഇവിടം വരെ ഞാൻ പോയി. നമ്മൾ ഊന്നി പറയില്ലേ? അതാണ്. ഓക്കെ, ഇവിടെ കണ്ടോ? ഫോർ ദ സേക്ക് ഓഫ് ഹെർ ടീം, അവളുടെ ടീമിൻ്റെ നന്മക്ക് വേണ്ടി. ഓക്കെ അല്ലേ? അതാണ് അവളുടെ ടീമിൻ്റെ നന്മക്ക് വേണ്ടി അവൾ അവസാന നിമിഷത്തിൽ അവളുടെ സയൻസ് പ്രൊജക്റ്റ് എന്താക്കി? പൂർത്തിയാക്കി. അവസാന നിമിഷത്തിൽ. ഇനി അടുത്താണ് ഇവിടെ ഉണ്ടോ? മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ്, മിക്ക ടീച്ചേഴ്സും എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ടീച്ചേഴ്സും എന്താക്കി? അപ്രീഷിയേറ്റഡ്. ഉണ്ടോ? അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസിപ്പിക്കുക. നമ്മൾ ഒരാളെ പ്രശംസിപ്പിക്കൂലേ? അപ്പോൾ ഒട്ടുമിക്ക ടീച്ചേഴ്സ് എന്താക്കി? പ്രശംസിപ്പിച്ചു. ആര് പ്രശംസിച്ചു? ഹെർ, അവളുടെ എഫേർട്ട്, അവളുടെ പരിശ്രമത്തെ. എന്താണ്? ഒട്ടുമിക്ക ടീച്ചേഴ്സും അവളുടെ പരിശ്രമത്തെ, പരിശ്രമം മാത്രമല്ല കേട്ടോ, അതുപോലെ ആൻഡ്
ഡെഡിക്കേഷൻ, സമർപ്പണത്തെയും. അപ്പോൾ എന്തായി? ഒട്ടുമിക്ക ടീച്ചേഴ്സും അവളുടെ പരിശ്രമത്തെയും അതുപോലെ സമർപ്പണത്തെയും എന്താക്കി? അപ്രീഷിയേറ്റ് ചെയ്തു, പ്രശംസിപ്പിച്ചു എന്നായി. എന്താല്ലേ? അടുത്താണ് ഇൻ ദി എൻഡ്, അവസാനം എന്തായി? ഷീ വോൺ, അവൾ വിജയിച്ചു. വോൺ, വിൻ വിജയിക്കുക അല്ലെങ്കിൽ നേടുക, വോൺ വിജയിച്ചു അല്ലെങ്കിൽ നേടി. അപ്പൊ ഷീ വോൺ, അവൾ വിജയിച്ചു. എവിടെ വിജയിച്ചു എന്നറിയോ? ഇവിടെ കണ്ടോ? ദ സ്കൂൾ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്നാണ് മത്സരം. സ്കൂൾ കോമ്പറ്റീഷൻ, സ്കൂൾ മത്സരത്തിൽ അവൾ വിജയിച്ചു. ആൻഡ് അതുപോലെ ഫെൽറ്റ്, തോന്നി. ഫീലിന്റെ പാസ്റ്റ്, ഫെൽറ്റ് തോന്നി. എന്ത് തോന്നി? പ്രൗഡ്, അഭിമാനം തോന്നി. ഓഫ് ഹെർസെൽഫ്, അവളോട് തന്നെ. അപ്പോൾ അവൾക്ക് അവളോട് തന്നെ അഭിമാനം തോന്നിയെന്നായി. ബിക്കോസ്, കാരണം ഷീ, അവൾ നെവർ, ഒരിക്കലും ഗിവ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക അല്ലേ? ഒരിക്കലും വിട്ടുകൊടുക്കരുതെന്ന് പറയുന്നത്. ഒരിക്കലും വിട്ടുകൊടുത്ത, അവൾ ഒരിക്കലും വിട്ടുകൊടുത്തില്ല, അല്ലെങ്കിൽ തോൽവി സമ്മതിച്ചില്ല. അവൾ ഒരിക്കലും തോൽവി സമ്മതിച്ചില്ല. ഇൻ ഡിഫിക്കൽട്ട് ടൈം, ഇത് അടുത്തൊരു വാക്യാണ്. ഇൻ ഡിഫിക്കൽട്ട് ടൈം എന്താണ്? ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ. അപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അവൾ ഒരിക്കലും തോറ്റു കൊടുത്തില്ല അല്ലെങ്കിൽ വിട്ടുകൊടുത്തില്ല എന്നർത്ഥം. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ട ഈ കംപ്ലീറ്റ് കണ്ടോ, ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന കംപ്ലീറ്റ് ഫ്രീസുകൾ ഫ്രീ ആകുമ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് വായിക്കുക. അതെങ്ങനെ വായിക്കും? ഒരുപാട് വായിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക് അതിന് മീനിങ് ഒക്കെ ഫിക്സ് ആവും, സേവ് ആവും. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ട ഈ പുതിയ വാക്യങ്ങളൊക്കെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് പേജ് നമ്പർ അറിയാലോ, 20, 21, 22. ഓക്കെ, കാരണം നമ്മുടെ ആ ബുക്കിൽ 18, പേജ് നമ്പർ 18 മുതൽ 31 വരെ അത്രയും പേജുകൾ ഇതുപോലെയുള്ള കംപ്ലീറ്റ് എന്താണെന്ന് പറയുക, ഫ്രേസുകളാണ്, വാക്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വായിക്കുക. ഇതൊക്കെ അറിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് വായിച്ചിട്ട് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് you have to share this video with your friends. Thank you everyone.